വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, നമ്മൾ മറ്റൊരാളുമായി സ്നേഹത്തിലിരിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് സ്വലാത്ത് ചൊല്ലുമ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയും. രണ്ടാമത്തേത്, ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാണ്, അതൊന്ന് നമുക്ക് ഒന്നിച്ച് ചൊല്ലുകയും ആവാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരാളുമായി സ്നേഹത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട 4 അടയാളങ്ങൾ. അത് കോമൺ ആണ്, ജനറലി നമുക്കത് സംഭവിക്കുന്നുണ്ടാവും പൊതുവെ. എന്നാൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നൊരു അനുഭൂതിയുണ്ട്. സ്വലാത്ത് ചൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു അധിക മധുരമുണ്ട്. അത് തീർച്ചയായിട്ടും വിലമതിക്കാനാവാത്തതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ കാര്യം, സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. നമ്മൾക്കൊരാളോട് സ്നേഹം തോന്നുമ്പോൾ നമ്മൾ അയാൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും, അയാളെ കാത്തു നിൽക്കും, അയാൾക്ക് വേണ്ടി പല വിധത്തിൽ നമ്മൾ സമയം ചെലവഴിക്കും. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരുപാട് പേർക്കൊന്നും വേണ്ടി അങ്ങനെ സമയം ചെലവഴിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരിഷ്ടം, ഒരു സ്നേഹം, ഒരു പ്രണയം ഒക്കെ ഉണ്ടാവും. ശരിയല്ലേ? സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടേക്കാം. രണ്ടാമത്തേത് സ്മരണയാണ്. ഓർമ്മിക്കുക, ഓർക്കുക. നമ്മൾ ഓർക്കും. നമ്മൾക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ അവരെ നമ്മൾ ഓർക്കും. പല വിധത്തിൽ, പല സമയത്ത്, പല സാഹചര്യങ്ങളിൽ നമ്മൾ അവരെ ഇങ്ങനെ ഓർക്കും. ഒരു കാലത്ത് സ്നേഹിച്ച് ഇപ്പോൾ സ്നേഹിക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ പോലും അറിയാതെ, നമ്മളോട് സമ്മതം ചോദിക്കാതെ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മിലേക്ക് വരും. മൂന്നാമത്തേത് ഗുണങ്ങൾ പറയുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാളുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ഒക്കെ നമ്മൾ അയാളെക്കുറിച്ച് ഗുണങ്ങൾ പറയും, അയാളുടെ നന്മകൾ നമ്മൾ എടുത്തു പറയും. നമ്മുടെ സംസാരത്തിനിടയ്ക്ക് അവരെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ സ്തുതി പറയും, നല്ലത് പറയും, അവരെക്കുറിച്ച് പുകഴ്ത്തും. അവരെക്കുറിച്ച് നല്ലത് സംസാരിക്കാൻ കിട്ടുന്ന ചാൻസ് നമ്മൾ മിസ് ചെയ്യില്ല. നാലാമത്തേത് പ്രാർത്ഥിക്കും. നമ്മൾക്കൊരാളോട് ശരിക്കും പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ, ശരിക്കും സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ അയാളെ ശരിക്കും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദുആ ചെയ്യും. അവരുടെ ഗുണത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒക്കെ നമ്മൾ ദുആ ചെയ്യും. അറിയില്ല, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ അവരുടെ ഒരു കാവലിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ, ഭർത്താവിന് വേണ്ടി ഭാര്യ, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ദുആ നടക്കും. ഉസ്താദുമാർക്ക് വേണ്ടി ശിഷ്യന്മാർ, ശിഷ്യന്മാർക്ക് വേണ്ടി ഉസ്താദുമാർ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥനകൾ നടക്കും. അതൊക്കെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ 4 കാര്യങ്ങളും നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭപ്പൂവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇത് 4ഉം നടക്കുന്നുണ്ട് എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിങ്ങനെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നിങ്ങനെ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് അല്ല ഞാനിപ്പോൾ ചൊല്ലിയത്, ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഞാൻ അവസാനം ചൊല്ലാം, ഇബ്രാഹിമിയ സ്വലാത്ത് ഇൻഷാ അല്ലാഹ്. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ നോക്കൂ, ഏറ്റവും ലളിതമായ, ഏറ്റവും ചുരുങ്ങിയൊരു സ്വലാത്തുകളിൽപ്പെട്ടതാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ചൊല്ലുന്ന ഒരു സ്വലാത്ത്. ഈ സ്വലാത്തിൽ തന്നെ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, സമയം ചെലവഴിക്കലില്ലേ. നമ്മളിങ്ങനെ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ സമയം ചെലവഴിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടുള്ള സമയം ചെലവഴിക്കലാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നടക്കുന്നു. പ്രണയത്തിലായിരിക്കുമ്പോൾ, സ്നേഹത്തിലായിരിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സമയം ചെലവഴിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക. അത് സംഭവിക്കുന്നു സ്വലാത്ത് ചൊല്ലുമ്പോൾ. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഓർക്കുക, സ്മരിക്കുക എന്നുള്ളതാണ്. സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പിന്നെ എന്താണ്? നമ്മൾ ആരെക്കുറിച്ചാണ് ഓർക്കുന്നത്? നമ്മൾ ആരെയാണ് സ്മരിക്കുന്നത്? സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നമ്മൾ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ സ്മരിക്കുകയാണ്, ഓർക്കുകയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണങ്ങൾ പറയുന്നുണ്ട്. പല രീതിയിൽ
പല സ്വലാത്തിലും പല രീതിയിൽ പറയുന്നുണ്ട്. ഏറ്റവും ലളിതമായ സ്വലാത്തിൽ പോലും ആ മുഹമ്മദ് എന്ന നാമം തന്നെ തങ്ങളുടെ ഗുണം പറച്ചിലാണല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സ്തുതിക്കപ്പെടുന്ന വ്യക്തിത്വം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അത് അള്ളാഹുവിനോട് ചേർത്തിയിട്ടാണ് പറയുന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഈ അഖില ലോകങ്ങളെയും പടച്ച് പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുണം ചെയ്യുന്നു, സ്വലാത്ത് ചൊല്ലുന്നു ആരുടെ മേൽ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെ ഒരു വല്ലാത്ത ഗുണം പറച്ചിലല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര സംഭവമാണത്. അവസാനത്തേത് പ്രാർത്ഥനയാണ്. സ്വലാത്തിൻ്റെ അർത്ഥം വെച്ച് നോക്കൂ, അത് പ്രാർത്ഥനയല്ലേ? ഇബ്രാഹിമിയ സ്വലാത്ത് എത്ര മനോഹരമായ പ്രാർത്ഥനയാണത്. ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ധാരാളം ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ സ്വലാത്തിൻ്റെ അർത്ഥം തന്നെ പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, നീ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഗുണം ചെയ്യണേ എന്ന ദുആ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയത്തിലായിരിക്കുമ്പോൾ, സ്നേഹത്തിലായിരിക്കുമ്പോഴുള്ള 4 കാര്യങ്ങൾ: സമയം ചെലവഴിക്കുക, സ്മരിക്കുക, ഓർക്കുക, ഗുണം പറയുക, പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ഈ 4 കാര്യങ്ങളും സ്വലാത്ത് ചൊല്ലുമ്പോൾ സംഭവിക്കുന്നുണ്ട്. അടുത്ത തവണ സ്വലാത്ത് ചൊല്ലാനിരിക്കുമ്പോൾ, പ്രണയത്തിലായിരിക്കുമ്പോൾ, സ്നേഹത്തിലായിരിക്കുമ്പോൾ സംഭവിക്കുന്നതെല്ലാം എന്നിൽ സംഭവിക്കുന്നു എന്ന ആ ഒരു വല്ലാത്ത ആനന്ദത്തോടെ സ്വലാത്ത് ചൊല്ലാൻ ഈ അറിവ് നമുക്കെല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു.